കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുത്തശ്ശി, സന്തോഷത്തിലും സങ്കടത്തിലും മുത്തശ്ശി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്തിൽ ലച്ചു തനിച്ചായി പോയി മുത്തശ്ശി. ലച്ചു എല്ലാവർക്കും ഒരു ബാധ്യതയാ. സ്നേഹം തന്നവരോട് അടുത്ത് നിൽക്കാനും വിധി അനുവദിക്കുന്നില്ല. മുത്തശ്ശി എന്തിന് ഇത്ര വേഗം പോയി? ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും പടികൾ കയറി ക്ഷേത്രത്തിൽ എന്ത് നേർച്ചയാ മുത്തശ്ശി നേർന്നത്? എനിക്ക് ദൈവത്തോട് പറയാനുള്ളത് എന്താണെന്ന് മോക്കറിയാലോ. ഒറ്റ സ്വപ്നം, എന്റെ ലച്ചുമോളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചാ. അതിപ്പോ മുത്തശ്ശി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. കേൾക്കും, പക്ഷേ ചില പ്രാർത്ഥനകള് അങ്ങനെയല്ല മോളെ. നമ്മൾ അതിനായിട്ടെടുക്കുന്ന ചില പ്രയത്നങ്ങള് അത് ദൈവത്തിന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവൂ. മുത്തശ്ശി എപ്പോഴും പറയാറുള്ള രാജകുമാരൻ ഭരണകാരിയാണോ? എനിക്കത് രാജകുമാരൻ, മോക്കതൊരു ജീവിതം. അയാൾ വരിക തന്നെ ചെയ്യും. എന്തായി, രാജകുമാരനെ കാണിച്ചു തന്നോ? എന്താ വിശ്വാസം വരുന്നില്ല നിനക്ക്? വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും. അല്ല, മുത്തശ്ശി എന്തിനാ ആലിന്റെ ഇല പൊട്ടിച്ചെടുത്തേ? ഈ ഇലയെ ചൊല്ലി ഒരു വിശ്വാസമുണ്ട് മോളെ. മോളിത് മനസ്സിൽ പ്രാർത്ഥിച്ച് ഇത് നിലത്തേക്കിടുക. ഈ ഇല മലർന്നു വീഴുന്നെങ്കിൽ ഞാൻ പറഞ്ഞ രാജകുമാരൻ ഉടൻ മോളെ തേടിയെത്തും. കമഴ്ന്നു വീണാൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നാ. മുത്തശ്ശി, ഇത് നോക്കി. എന്താ മോളെ, വെള്ളം വല്ലതും വേണോ? വേണ്ടേട്ടാ. ശരി. മുത്തശ്ശി വെറുതെ പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. രാജകുമാരനൊക്കെ കഥകളിൽ മാത്രല്ലല്ലോ. എന്നിട്ടിപ്പോ വന്നില്ലേ ഒരു രാജകുമാരൻ? ലച്ചുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത്? ശരിക്കും ലച്ചുവിന് അമ്പലത്തിൽ വെച്ച് ആ ചേട്ടൻ കണ്ടതാണോ? അങ്ങനെയല്ലേ നരേന്ദ്രൻ പറഞ്ഞത്. ഫോട്ടോയിൽ കണ്ടയാളെ ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശി. അവൻ നിന്നെ കണ്ടു. ഏതായി കുട്ടിയെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം വരുമോ മുത്തശ്ശി? കല്യാണം ഉറപ്പിച്ചിട്ട് എന്തായി കുട്ടി പറയണത്? വലിയ വീടും കാറൊക്കെ ഉള്ള ചേട്ടനാ ലച്ചുവിനെ കെട്ടാൻ വരുന്നേ. ലച്ചുവിന് ഇനി കാറിലൊക്കെ പോവാം. എനിക്ക് എന്ത് ഭാഗ്യം വന്നാലും എന്റെ മുത്തശ്ശിയും കൂടെ വേണം. ഞാൻ അവിടെ ചെന്നിട്ട് മുത്തശ്ശിയെ വിളിക്കാൻ വരും. കൂടെ വരണേ. എന്റെ കുട്ടി ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മുത്തശ്ശിയുടെ കാര്യം. ഞാൻ എങ്ങും എത്തിയില്ല മുത്തശ്ശി. അദ്ദേഹത്തെ വിട്ട് പാതി വഴിയിൽ പിരിഞ്ഞു പോവാനായിരുന്നു മുത്തശ്ശിയുടെ ലച്ചുവിന്റെ വിധി. ഓക്കേ, ആ നീ ഇവിടെ നിൽക്കുകയാണോ? ദേ, അച്ഛൻ എൻഗേജ്മെന്റിന് പോകാൻ ഇറങ്ങി നിൽക്കുക. ശ്രീദേവിയമ്മയ്ക്ക് ചായ എടുക്കാൻ വന്നതാ. ആ, അച്ഛൻ നിന്നെ അന്വേഷിച്ചതല്ലേ? ആ, നീ എന്താണെന്ന് പോയി ചോദിച്ചിട്ട് വാ. ഒന്നാമത് ദേഷ്യം കയറി നിൽക്കുക. ദേ, ചായയൊക്കെ പിന്നെ കൊണ്ടുപോയി കൊടുക്കാം. വെച്ചിട്ട് പോന്നീ. വേഗം ചെല്ല്. എന്തിനാ അച്ഛൻ വിളിച്ചേ? മുത്തച്ഛൻ വിളിച്ചില്ലെന്നാ പറഞ്ഞത്. അച്ഛൻ എന്താ ആളെ വിട്ടിയാക്കുകയാണോ? രാജു എവിടെയെന്ന് എന്നോടല്ലേ ചോദിച്ചേ? അത് പിന്നെ ക്ഷേത്രത്തിൽ സഞ്ജുവിന്റെ പേരിൽ ഒരു പൂജയ്ക്ക് കൊടുത്തിരുന്നു. അതിന്റെ പ്രസാദവും വാങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞു.
അച്ഛൻ മറന്നു പോയിട്ടുണ്ടാവും. മുത്തശ്ശൻ ചിലപ്പോ അങ്ങനെയാ. നീ ചെന്നിട്ട് ശ്രീദേവിക്ക് ചായ കൊടുക്ക. ആ എല്ലാവർക്കും പെട്ടെന്ന് ഇറങ്ങേണ്ടതല്ലേ? ശരി. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരില്ല ശ്രീദേവി. നീയോ? അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? നിശ്ചയത്തിന് മുൻപ് ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ? എനിക്ക് അധികം സമയമൊന്നും വേണ്ട ശ്രീദേവിയമ്മേ. അയ്യോ, നീ ചായ ഇതാ, തൊണ്ട വരണ്ടിരിക്ക. ഇന്നത്തെ കാര്യോർത്ത് ശ്രീദേവിയമ്മയ്ക്ക് ടെൻഷൻ കൂടിയതാ, അല്ലാതെ വേറൊന്നുമല്ല. അല്ലടാ, ടെൻഷൻ ഉണ്ടാവാതിരിക്കോ? എനിക്ക് സന്തോഷിക്കാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. അത് കഴിയുന്നതുവരെ മനസ്സ് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എല്ലാം ഭംഗിയായി നടക്കും. താഴെ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അവർ ഓഡിറ്റോറിയത്തിലെത്തിയെന്ന വിവരം കിട്ടിയത്. ഇനി അമ്മയും മോനും ഒന്ന് ഇറങ്ങിയാ മതി. അല്ല, സഞ്ജു ഡ്രസ് ചെയ്തോ? ഞാൻ ഡ്രസ്സൊക്കെ അവന്റെ റൂമിൽ കൊണ്ട് വെച്ചിരുന്നല്ലോ. ഞാൻ പോയി നോക്കട്ടെ. ചെല്ല്. നീയും പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഞങ്ങൾ ഉടനെ പുറപ്പെടും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിന്റെ ബലത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. നീ എന്റെ അനിയത്തിയാണെങ്കിൽ അത് പാലിക്കും. വല്യച്ഛയ്ക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനും കവിതയ്ക്കറിയാം. നിങ്ങൾക്ക് പുറപ്പെടാൻ ഇനി അധിക സമയമില്ല. ശ്രീദേവി അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ടാവും. കൂടെ അവൾ ഉണ്ടാവില്ല. അതിനു വേണ്ടത് ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ തന്നെ അവൾക്കുള്ള ചായയിൽ അത് ചേർത്ത് കൊടുത്തത്. അതവൾ കുടിക്കുകയും ചെയ്തു. ഇപ്പൊ അവൾ മയക്കം തുടങ്ങിക്കാണും. അവൾ എന്റെ മകളുടെ വിവാഹ നിശ്ചയവേദിയിൽ എന്റെ ഒപ്പം നിൽക്കാൻ പാടില്ല. അവൾ എഴുന്നേറ്റ് വന്നാൽ പോലും ഞാൻ അതിന് സമ്മതിക്കില്ല. വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ പോലും കാഞ്ചന തോറ്റു കൊടുക്കില്ലേ. എന്റെ മകൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയാലും എന്റെ തീരുമാനത്തിൽ നിന്നും അണുവിട ഞാൻ പിന്നോട്ടില്ല. ഇത് കാഞ്ചനയുടെ ദൃഢപ്രതിജ്ഞ തന്നെയാ. മണ്ട 26 വർഷം പഴക്കമുള്ള ഡ്രസ്സ് ധരിച്ചു നിൽക്കുന്നു. ഇവന് ലജ്ജ എന്നൊരു വികാരമേ ഇല്ല. എന്തായാലും മോന്റെ ഈ വേഷം കണ്ടൊന്ന് സായുജ്യമടയാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. എന്നാ വൈകണ്ട, ഇറങ്ങാം. അമ്മ എവിടെ? അമ്മ ഉറങ്ങാണല്ലോ മോനെ. 6 മണിക്കൂർ കഴിയാതെ നിന്റെ അമ്മ ഇനി എണീക്കില്ല. ശ്രീദേവി ഇതുവരെ ഇറങ്ങി വന്നില്ലേ? ആരെങ്കിലും ചെന്ന് അവളെ കൂട്ടിട്ടോ? ശ്രീദേവി പൂജാമുറിയിലായിരിക്കും മോനെ. അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ. ചെന്ന് ക്ഷണിക്കാൻ കാത്തിരിക്കുകയായിരിക്കും അകത്തമ്മ. നീ ഒന്നും മിണ്ടാതിരിക്കെ, ഈ ചടങ്ങൊന്ന് കഴിയട്ടെ. എന്താ അവള് വാതിൽ തുറക്കുന്നില്ലേ? ഇല്ല. അമ്മേ, വാതിൽ തുറക്കമ്മേ. അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. ശ്രീദേവി എടുത്ത് എന്തീ കാണിക്കുന്നേ? വാതിൽ തുറക്ക്. അമ്മ. മോളെ, മോളെ വാതിൽ തുറക്ക്. അമ്മ. മോളെ. ഇതെന്താ മുത്തശ്ശ വാതിൽ തുറക്കാത്തെ? മോളെ. അമ്മ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അയ്യോ, ഞാൻ ഡ്രസ് ചെയ്യായിരുന്നു. മോൻ പോലെ ഇപ്പൊ വരാം.
ഇവൾക്ക് എന്താ ഒരു മാറ്റവും ഇല്ലാത്തത്? ചായ കുടിച്ചിട്ടും ഒരു കുലുക്കും ഇല്ലല്ലോ. ഛേ, ഇനിയിപ്പോ ചേച്ചിയോട് എന്താ പറയാ? ദേ, മോളൊരു ഭാഗത്ത്, അച്ഛനൊരു ഭാഗത്ത്. ഞാൻ എന്ത് വേണമെന്ന് പ്രഭ പറ. ക്ഷണിച്ചവരൊക്കെ ദേ വന്നു തുടങ്ങി. പ്രഭ എവിടെയെന്ന് എല്ലാരും ചോദിക്കുന്നത്. ഇതുപോലെ മുഖം വെച്ച് നടന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. പ്രഭ ഒരു മംഗളകർമ്മമാണ് നടക്കാൻ പോകുന്നത്. ഉള്ളിൽ വേദന വെച്ച് പുറമെ ചിരിച്ചു കാണിക്കാൻ എനിക്ക് അറിയില്ല കാഞ്ചനെ. പ്രഭാചന്ദ്രന് ഒരു മുഖമേ ഉള്ളൂ. ഒരു വീട്ടുപണിക്കാരി പെണ്ണ് എന്റെ കുടുംബത്തിൽ വന്ന് എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന ഞാൻ ആലോചിക്കുന്നത്. ശ്രീകുട്ടിയുടെ കാര്യം പോട്ടേന്ന് വെക്കാം. പ്രഭയ്ക്ക് അമ്മു ആരാ? മകളൊന്നും അല്ലല്ലോ. ശ്രീകുട്ടി അമ്മൂനെ അനിയത്തിന്ന് എപ്പോ വിളിച്ചു തുടങ്ങിയോ ആ നിമിഷം മുതൽ ഒരു മകളായിട്ട് തന്നെയാ ഞാൻ അമ്മൂനെ കണ്ടത്. അമ്മൂന്റെ പെരുമാറ്റവും പ്രവൃത്തികളും എന്നെ അവളിലേക്ക് അടുപ്പിച്ചു. എന്റെ ഒരു വശത്ത് ശ്രീകുട്ടിയും മറുവശത്ത് അമ്മൂനെയും രണ്ടും മക്കളായിട്ടാ ഞാൻ കാണുന്നേ. മകള് മാത്രമല്ല, അച്ഛനും ഒരേ വഴിക്കാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ എൻഗേജ്മെന്റ് നടക്കണ്ടേ? ശ്രീകുട്ടി അമ്മൂന് വേണ്ടി വാശി പിടിക്കുന്നത് പോലെ എനിക്കതിന് കഴിയില്ലല്ലോ. മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും എൻഗേജ്മെന്റ് നടന്നു കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. ഒരു മകളുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ മറ്റൊരു മകൾ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത് എങ്ങനെ താങ്ങാനാവും? അമ്മു പ്രഭയുടെ മകളല്ല. പ്രഭ യാഥാർത്ഥ്യം മനസ്സിലാക്ക്. അവള് വെറും ഒരു വേലക്കാരി പെണ്ണ് മാത്രമാ. പ്രഭ ഊതി പെരുപ്പിച്ച് നടക്കുന്ന ഈ സങ്കടം വന്നിരിക്കുന്ന ഗസ്റ്റുകളോട് പോയി പറ. അവര് മുഖത്ത് നോക്കി പരിഹസിക്കും. അതിന് കഴിയോ പ്രഭയ്ക്ക്? അമ്മു എനിക്കാരുമല്ലേ. എനിക്കൊരു മകളേ ഉള്ളൂ. നാട്ടിലുള്ള അനാഥ പെൺകുട്ടികളുടെ മാതൃത്വം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ വന്നതുകൊണ്ട് മാത്രമായോ ശ്രീകുട്ടി ചടങ്ങിനിറങ്ങി വരണ്ടേ? അവളിറങ്ങി വരില്ലെന്നാണോ പ്രഭ കരുതുന്നത്? അതിലെനിക്കൊരു ഉത്കണ്ഠയുമില്ല. പയ്യനും കൂട്ടരും എത്തിച്ചേർന്ന അകത്തിരിക്കാൻ അവക്ക് കഴിയില്ല. സഞ്ജു തന്നെ അവളെ പുറത്തെത്തിക്കും. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ ഞാൻ എടുക്കും. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് കരുതിയ അവൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. കാഞ്ചന കണ്ട ലോകമൊന്നും എന്റെ മകള് കണ്ടിട്ടില്ലേ. തന്നോട് ഒന്നുകൂടി ഞാൻ ചോദിക്കും. ഇവിടുത്തെ വിഷയം അമ്മുവല്ലേ, എന്റെയും പ്രഭയുടെയും മകളുടെ നിശ്ചയമാ. അതിൽ കവിഞ്ഞതായിട്ടൊന്നും ഈ ദിവസം നമ്മുടെ മുന്നിലില്ല. വരുന്നെങ്കിൽ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ പ്രഭയ്ക്ക് ഇപ്പൊ എന്റെ കൂടെ വരാം. എന്താ, വരുന്നില്ലേ? ചോദിക്കുന്നവരോട് ഞാൻ പറയും കുട്ടിയുടെ അച്ഛൻ ദേ ഇവിടെ വന്ന് നിപ്പുണ്ടെന്ന്. അച്ഛാ, നമ്മുടെ ഐശ്വര്യം നിലകൊള്ളുന്നേ. ഒരു മോന് അച്ഛനെ ഓർക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. അമ്മയുടെ സന്തോഷ എനിക്ക് എന്തിലും വലുത്. അമ്മയോട് പറയാതെ പല കള്ളങ്ങളും നീ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ അമ്മ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ അമ്മയെപ്പോലെ അല്ല ഭാര്യ. നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരേണ്ടവളാ നീ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ്. ഒരു പുരുഷന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നേർപാതിയ ഭാര്യ. അമ്മ പറഞ്ഞു വരുന്നത് ഭാര്യയിൽ നിന്നും ഒരു രഹസ്യവും മനസ്സിൽ സൂക്ഷിക്കരുതെന്നാ. അത് മോനറിയാതെ നിങ്ങൾക്കിടയിലുള്ള അകലം കൂട്ടും.
എന്നോട് പറയാതെ കൊണ്ടു നടന്നതുപോലെയൊന്നും ശ്രീകുട്ടിയോട് പറയാതിരിക്കരുത്. നീ അവളോട് കള്ളം പറയാണെന്ന് അവൾക്ക് തോന്നിയ അവള് നിന്നിൽ അർപ്പിച്ച വിശ്വാസം അത് നഷ്ടപ്പെടും. ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഷെയർ ചെയ്യാൻ നല്ലതും ചീത്തയും എന്നൊന്നുമില്ല. അപ്പോഴാ പരസ്പര വിശ്വാസം ഉണ്ടാവുക. അമ്മ പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടോ? എന്താ മോനെ? അല്ല, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വേഗം തൊഴുതു വാ, എല്ലാരും കാത്തു നിൽക്കുന്നുണ്ടാവും. വാ. അമ്മേ മോളെ, നീ എന്താടി എന്നോട് പറഞ്ഞത്? ശ്രീദേവി വരില്ല എന്നല്ലേ? പിന്നിപ്പോ ആരാ മകന്റെ ഒപ്പം കയറിപ്പോയത്? പറയാൻ വലിയച്ചി, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ അതിലർഹയല്ലേ. അവളെ തടയാൻ നിനക്ക് കഴിഞ്ഞോ? കാര്യം അറിയാതെ വലിയച്ചി ചാടിക്കടിക്കല്ലേ. ചായയിൽ ഞാൻ ശ്രീദേവിക്ക് മരുന്ന് കലർത്തി കൊടുത്തതാണ്. എന്റെ മകളുടെ വിവാഹ നിശ്ചയ വേദിയിൽ കയറി വന്നത് ശ്രീദേവിയുടെ പ്രേതമാണോ? അവൾ ചായ കുടിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ് മയങ്ങി പോവാത്തതെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്നെ ഒന്ന് വിശ്വസിക്കൂ പ്ലീസ്. അവള് വിവാഹ നിശ്ചയ വേദിയിലുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ ഇവിടുന്ന് പോകാതെ ഈ ചടങ്ങ് നടക്കില്ല. കാഞ്ചനയ്ക്ക് ജീവനുണ്ടേ അത് നടത്തില്ല. ഈ ചടങ്ങ് മുടക്കാൻ എനിക്കൊരു വാക്ക് മതി. എന്റെ മോളെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. അമ്മു വരാതെ നിശ്ചയത്തിന് വരില്ല എന്ന് വാശി പിടിച്ചിരിക്കുക അവള്. അമ്മുനെ ഞാനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞാ മതി. ആ നിമിഷം അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ചടങ്ങ് മുടങ്ങിയതിനും ആരും എന്നെ പഴി പറയില്ല. ശ്രീദേവി ഓഡിറ്റോറിയം വിട്ട് പോയില്ലെങ്കിൽ അവസാനത്തെ അസ്ത്രം ഞാൻ പുറത്തെടുക്കും. കാഞ്ചനയ്ക്ക് വിലപ്പെട്ടത് ആത്മാഭിമാനമോ? ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ഇന്ന് ഈ ചടങ്ങ് ഭംഗിയായി നടന്നേ പറ്റൂ. ശ്രീദേവിയെ ഞാൻ ഒഴിവാക്കി തരാം. എങ്കിൽ അവളെ വിളിച്ചോണ്ട് പോടി. അവളുടെ സാന്നിധ്യം പവിത്രമായ സ്ഥലത്ത് മാലിന്യം വീണതുപോലെ എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് പഴിച്ചു പോവില്ല. ഒരവസരം കൂടി എനിക്ക് വലിയച്ചതാ. അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. സമയാവുന്നതുവരെ ഞാൻ കാത്തിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യും. ഇതിലും നീ തോറ്റാൽ പിന്നെന്തു വേണമെന്ന് കാഞ്ചന തീരുമാനിക്കും.